ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ കോഴികൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് വന്നതാണ്. മുന്നേ ഉള്ള വീഡിയോയിൽ കോഴിക്ക് തീറ്റ കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ കരിങ്കോഴിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചേട്ടാ. കുറേ കോഴികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ കുറച്ച് കോഴികളേ ഉള്ളൂ, കരിങ്കോഴികളൊന്നുമില്ല. ഇതിന് കഴിക്കാനായിട്ട് ഗോതമ്പ് അരിയും കൂടെ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കും കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കും. അപ്പോൾ ഗോതമ്പ് തവിടും പിന്നെ കോഴിത്തീറ്റയുണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ പിന്നെ നോക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് കോഴിൻ്റെ എണ്ണമൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലെയൊക്കെ തീറ്റ ഇട്ടിട്ടും വൈകിട്ട് വരാൻ നേരം ആവുന്നതുകൊണ്ട് ചിലപ്പോൾ ഉമ്മ ആയിരിക്കും തീറ്റ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കോഴിയെ പുറത്തൊന്നും ഇറക്കാറില്ല കേട്ടോ. ഇതിനകത്ത് തന്നെ ഇട്ടിട്ടാണ് വളർത്തുന്നത്. പുറത്തിറക്കി കഴിഞ്ഞാൽ അപ്പോൾ പട്ടിയുടെ കീരിൻ്റെ വായ്ക്കകത്തെത്തും. അപ്പോൾ ദാണ്ടേ നമ്മൾ തീറ്റയും കൊണ്ടുവരുന്നത് കാത്ത് കേട്ടോ. ഇവനൊരു അംഗവൈകല്യം സംഭവിച്ചു പോയി. വാല് വളഞ്ഞിരിക്കുന്നത് എങ്ങനെ പറ്റിയെന്ന് അറിയത്തില്ല കേട്ടോ. കൂട് തുറന്നുടനെ പുറത്ത് കയറാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും സൈഡിൽ കൂടെ തീറ്റ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ദാണ്ടെ ഈ കോഴി ഉണ്ടല്ലോ, ഇതിനെ ഒറ്റയ്ക്ക് നിർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കോഴിയെല്ലാം കൂടെ ഇതിനിട്ട് കൊത്തുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് നിർത്തിയതാണ് കേട്ടോ. കുറേ കൂടുള്ളതുകൊണ്ട് നമുക്ക് പിന്നെ അങ്ങനെയൊക്കെ നിർത്താമല്ലോ. പാർട്ട് ടൈം ആയിട്ട് മുരിങ്ങയിലയോ അല്ലെങ്കിൽ വാഴയുടെ തണ്ട്, വാഴയില അതൊക്കെ വെട്ടിയിട്ട് കൊടുക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് കോഴിക്കും മുട്ടയ്ക്കൊക്കെ ആവശ്യക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ പേര് എൻക്വയറി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി കോഴിയൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇൻക്യുബേറ്റർ ഉണ്ട് കേട്ടോ, മുട്ടയൊക്കെ വെച്ച് വിരിയിപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വളർത്താത്തത്. ഇവരൊക്കെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇടിയും വഴക്കും ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് പേരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റിയും തിരിച്ചൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇതിനകത്തുണ്ട് കേട്ടോ ഒരെണ്ണം. കൊത്തുകൂടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കൊത്തുകൂടുന്ന കണക്കാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ വേറെ എണ്ണത്തിനും കൂടെ ഞാൻ കൂട്ടിനകത്തോട്ട് മാറ്റിയിട്ടിട്ടുണ്ട്.